കരടിക്കും ആമയ്ക്കും സർക്കാർ പദവികൾ കൊടുത്ത് മലങ്കര സഭയെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ മലങ്കര സഭ തെണ്ടി കുത്തുപാളയെടുക്കും. ഒന്നും മനസ്സിലായില്ല അല്ലേ? സർക്കാർ പദവികൾ കിട്ടാനാണ് കഴിഞ്ഞ ആഴ്ച ആമയും കരടിയും മെത്രാന്മാരെയും പൊക്കി തിരുവനന്തപുരത്ത് വന്നത്. വി.ഡി. സതീശനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കണ്ട് വിവരങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് 3 എം.എൽ.എമാരുണ്ട്. അതുകൊണ്ട് മാന്യമായ പദവികൾ ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ ആമയ്ക്കും കരടിക്കുമാണ് വേണ്ടത്. കൂടുതൽ കിട്ടിയ ഡിക്രുവ് ഇരിക്കും. ഡിക്രുവിനെ കൊണ്ട് ഇപ്പോൾ തന്നെ സഭാവിശ്വാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഡിക്രുവിന്റെ കീർവാണം കേട്ടു മടുത്തു. സ്ഥലകാല ബോധമില്ലാതെ ഡിക്രു കാച്ചുന്ന ഡയലോഗുകൾ പലപ്പോഴും സഭയെ തിരിഞ്ഞുകുത്തുന്നു. ഡിക്രുവിന്റെ വിചാരം അടിക്കുന്ന ഡയലോഗുകൾ വിശ്വാസികൾ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണ്. കഷ്ടം. വിശ്വാസികൾ തെറി വിളിക്കുകയാണ്. അതറിയണമെങ്കിൽ ഡിക്രുവിന്റെ ഡയലോഗുകളുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. ഗുണനിലവാരം മനസ്സിലാക്കാം. ഡിക്രു ഇതൊക്കെ ചെയ്യുന്നത് അടുത്ത നിയുക്തനാകാൻ വേണ്ടിയാണ്. ഒന്ന് നിന്ന് നോക്കണം. അപ്പോൾ അറിയാം ജനപിന്തുണ എന്താണെന്ന്. തോറ്റു തുന്നം പാടി മൂലയിലൊതുങ്ങും ഡിക്രു. അതുകൊണ്ട് മത്സരിക്കണം. മത്സരിച്ച് നോക്കണം. ഇത്തവണ അസോസിയേഷൻ ആയിരിക്കും നിയുക്തനെ തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ സിനഡിൽ ഫായി കച്ചവടമായിരിക്കില്ല. കരടിയും ആമയും അവർക്ക് സർക്കാർ പദവി കൊടുത്തില്ലെങ്കിൽ കൈയിട്ട് നക്കൽ നിർത്തില്ല. രുചിയറിഞ്ഞ രണ്ടും ഇപ്പോഴത്തെ കസേര വിടാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ആ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കണം. രുചിയുടെ ഒരു ഗുണമേ കരടിയെയും ആമയെയും എന്ന് പടിയടച്ച് പിണ്ഡം വയ്ക്കുന്നോ അന്നേ ഈ സഭ രക്ഷപ്പെടൂ. ഈ കന്നിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ വിശ്വാസികൾ കണ്ടു. നാണമില്ലേ? നാണമില്ലെന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും കട്ടു തിന്നില്ലായിരുന്നു. തലമുറ പോലും രക്ഷപ്പെടില്ല. സഭയുടെ പണ്ടാരത്തിലെ നാണയത്തുട്ടുകൾക്ക് ഇത്രയും രുചിയുണ്ടോ? കടിച്ചു പിടിച്ചു കിടക്കാൻ. അതെങ്ങനാ? എത്ര കിട്ടിയാലും പിടിക്കില്ലല്ലോ. ഇവന്മാരുടെ വിചാരം വിശ്വാസികൾക്കല്ല ഇവന്മാരോട് വലിയ ബഹുമാനമാണെന്ന്. അവർ കാർക്കിച്ച് തുപ്പും. ഇവന്മാരെ എന്താ പല ഭദ്രാസനങ്ങളിലും പരിപാടികൾക്ക് വിളിക്കാത്തത്? ആരും എഴുന്നള്ളിക്കുന്നില്ലല്ലോ. ഈച്ച അടിച്ചിരുന്നാലും ആരും മൈൻഡ് ചെയ്യില്ല. സ്വഭാവ ഗുണം കൊണ്ടാ. വിദേശത്ത് മെത്രാന്മാർ പോകുമ്പോൾ പോണം പോലും. ഇവന്റെ ഒക്കെ കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ടിക്കറ്റ് എടുത്ത് പോകട്ടെ. സഭയുടെ ചിലവിൽ ഇവനൊക്കെ എഴുന്നള്ളിയിട്ട് സഭയ്ക്ക് എന്താ ഗുണം? പണ്ടുള്ളവരൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത ടിക്കറ്റ് എടുത്ത് സഭയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത് അനങ്ങിയാൽ കാശ് വേണം. ഇവന്മാരുടെ 1 മാസത്തെ പെട്രോൾ അലവൻസ് ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ പിടികിട്ടും. പെട്രോൾ അടിച്ചതിന് കണക്ക് ചോദിച്ചതിനാ ഒരു കണക്കപ്പിള്ളയെ ഇറക്കി വിട്ടത്. ആമയും കരടിയും ഡിക്രുവും നല്ല കോമ്പിനേഷനാ. സഭയുടെ ശാപവും.